ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചെങ്ങന്മാരെ, യാത്ര കഴിഞ്ഞ് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണമൊക്കെ മാറ്റി. ക്ഷീണം ഫുള്ളായിട്ട് മാറി എന്നല്ല, നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമുണ്ട് അല്ല, ഞാൻ തണുപ്പ് നമ്മൾ ചൂടിലൊക്കെ എത്തിയേക്കണം. അപ്പം ഈ ചൂട് നമുക്ക് മേത്തൊക്കെ പിടിച്ച് അതെ അലിയണം. നമ്മളുടെ യാത്ര, ഈ നോർത്ത് ഈസ്റ്റ് യാത്ര സത്യം പറഞ്ഞാൽ എന്താ പറയുക, അതിഗംഭീരമായ ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇത്രയും വലിയൊരു യാത്ര പോയി. ശരിയാണ്. അനുഭവം നടന്നത് അതൊരു സാറേ അനുഭവം, അതിൻ്റെ ഏറ്റവും വലിയ അനുഭവം നടന്നതാണ്. ഇപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നപ്പോൾ നടന്നത്, അതാണ് ഏറ്റവും വലിയൊരു അനുഭവം എന്ന് നമുക്ക് പറയാം. പിന്നെ ഞാനീ പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു യാത്ര ഇതുവരെ പോയിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ, അവനും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര എന്താ പറയുക, ഇത് വലിയൊരു ഭാഗ്യം പോലെയാണ്. സത്യം അല്ലേ? ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് പേര് നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ഒരുപാട് പേര് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, വ്യൂസ് കുറയുന്നുണ്ട്, പ്രേക്ഷകർ കുറയുന്നുണ്ട്. പ്രേക്ഷകർ കുറവ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ഇതുമറ്റൊരു വരുമാനത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളൊരു യാത്ര വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫീലാവും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. പക്ഷേങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇനി ആ ഒരു സൈഡിലെല്ലാം കണ്ടു എന്നല്ല, നമ്മളെല്ലാം കണ്ടിട്ടൊന്നുമില്ല. ഇനിയുണ്ട് നമ്മൾക്ക് നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ. നമ്മളെ നോർത്ത് ഈസ്റ്റ് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയെടുത്തു, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും ഈ ഒരു യാത്ര നല്ല രീതിയിൽ വലിയ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ വന്നു. വണ്ടി നമ്മൾക്ക് പലതരം പണികൾ തന്നു, അത്തരം കേസുകളൊക്കെ നമ്മൾക്ക് ഉണ്ടായി. വണ്ടീൻ്റെ പണി പറയുമ്പോൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് എത്തി കിട്ടി. നമുക്ക് ലാസ്റ്റത്തെ ബെൽറ്റ് ഹോട്ടൽ മാത്രമാണ് കുറച്ച് അകലം വന്നത്. അല്ലാത്തതൊക്കെ നമുക്ക് ഏകദേശം വർക്ക്ഷോപ്പിന് അടുത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളുടെ അടുത്തായിട്ടൊക്കെ നമ്മൾ പെടല് പെട്ടെന്ന് എത്തേണ്ടി. എന്തൊക്കെയായാലും വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. അതൊക്കെ യാത്രയിൽ അനുഭവം ഉണ്ടാവും. അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ നമുക്ക് യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാം. അല്ലെങ്കിൽ ഈ വണ്ടിനെ ഇതിനെ പണിയെടുത്താലുള്ള വിഷയം എന്താ അറിയോ, ഈ വണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങണമല്ലോ. നമ്മൾ ഈ റോഡില്ലാത്ത ഏരിയയിൽ കൂടെ, പിന്നെ അത്ര കിലോമീറ്റർ റോഡില്ല, റോഡല്ല കുന്നും മലയും കയറണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിലും കണ്ട് ഒരുക്കുമ്പോഴേക്ക് നല്ല പൈസ ചിലവാകും. അപ്പം അതിനൊക്കെ അതിനൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു മോഡൽ കൂടിയ വണ്ടി എടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഭാവി പരിപാടിയാണ്. അതിലേക്കൊന്നും ഞങ്ങൾ ഇപ്പം ചിന്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത്. അതിലേക്ക് ആധികാരികമായിട്ട് ചിന്തിച്ചിട്ടില്ല അല്ലേ. പിന്നെ ഇപ്പോൾ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നല്ല സുന്ദരമായൊരു യാത്രയായിരുന്നു. കാണാത്ത ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് നന്മയേറിയ ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി ആൾക്കാരെ കാണാൻ പറ്റി. തീർച്ചയായും ഒരുപാട് പേരല്ലേ, പിന്നെ എത്രയോ ആളുകൾ ആസാമൊക്കെ എത്തിക്കഴിഞ്ഞ സ്നേഹം അത് വേറെ തന്നെ. ആസാം നമ്മൾ കരുതണ പോലെ നമ്മളെ കൈയെടുത്ത് പോകുമ്പോഴായി അത്രയും സ്നേഹമാണ് അവർക്ക്. പിന്നെ ഓലെ ഹസ്ബൻഡിനെ വിളിക്കുക, കേരളത്തിലുണ്ട് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് സന്തോഷമാണ് അവർക്ക് നമ്മളതിലൊക്കെ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ യാത്ര അവസാനിച്ചിരിക്കുവാണല്ലോ. ഈ ഒരു യാത്ര അവസാനിച്ചുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിൻ്റെ അവസാനമല്ല, എല്ലാം മറ്റൊന്നിൻ്റെ തുടക്കമാണ്. ഈ ഒരു യാത്രയും ഒരു അവസാനമല്ല, ഇത് മറ്റൊന്നിൻ്റെ തുടക്കം മാത്രമാണ്. ഇത് നല്ല രീതിയിൽ പര്യവസാനിച്ചു. എന്താ പറയുക, ഞങ്ങൾക്ക് കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന് ഒരു എന്താ പറയുക, നമ്മളൊരു ദിവസം നിർത്തിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ ശരീരം നമുക്ക് വന്നിട്ടില്ല. യാത്രയിൽ ഒരു ദിവസം ഇവിടെ നിൽക്കണമെന്ന് ശരീരം ക്ഷീണിച്ചു അല്ലെങ്കിൽ ശരീരത്തിന് വയ്യ എന്നുള്ള കേസ് കൊണ്ട് ഞങ്ങൾ നിന്നിട്ടില്ല. ചെറിയ ജലദോഷത്തിൻ്റെ പ്രശ്നം അത് വന്നു പോയി എന്നൊക്കെ അല്ലാതെ, അല്ലെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ അതൊന്ന് വന്നു പോയി എന്നല്ലാതെ
അതുമ്മ ഞങ്ങൾക്ക് നിൽക്കേണ്ടി ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു അല്ലേ. അപ്പോൾ ശരീരം കൊണ്ടും അതുപോലെ തന്നെ തണുപ്പ് ഒന്നിലേറെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കുറവായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ യാത്ര പരിമിതപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ. നമ്മളുടെ വണ്ടി ആയാലും നമ്മുടെ ബെഡായാലും നമ്മളുടെ അതിലേക്കുള്ള നമ്മുടെ തിങ്സ് ആയാലും എന്തൊക്കെയായാലും നമുക്ക് പരിമിതപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ള യാത്രയാണ് ഞങ്ങളത്. ഞങ്ങൾ ഇത്രയും വലിയ യാത്രകളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് നടക്കും ഞങ്ങൾ ഒരിക്കലും കരുതിയല്ലോ. പെട്ടെന്ന് പറഞ്ഞു അതെ അതെ യാത്ര കഴിഞ്ഞ അതിശയാണ്. അല്ല ഞാൻ അടുത്തൊന്നും ഇത്രയും വലിയ യാത്ര എന്നെ കൊണ്ട് പോകാൻ പറ്റും ഞാൻ കരുതിയതല്ല. നമ്മൾ ഇത്രയും വലിയൊരു യാത്ര പോയേക്കാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഏതൊക്കെയായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഒന്ന് ഇതുപോലെ കഴിഞ്ഞ യാത്രയെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വന്ന ചിലവ്, ബോയ് പരിപാടി, കരി പരിപാടി. അപ്പോൾ നമ്മുടെ അജണ്ട കൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ യാത്രയെക്കുറിച്ച് പറഞ്ഞല്ലോ, അടിപൊളിയാകും, സെറ്റാണ്, ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ. സന്തോഷം. പിന്നെ സലാം TK എന്ന് പറയുന്ന നമ്മളുടെ ഒരു പ്രേക്ഷകനുണ്ട്. നിരന്തരമായിട്ട് നമ്മൾക്ക് എന്താ പറയുക, നിരന്തരമായിട്ട് കമൻറ്റ് ചെയ്തുന്നൊരു പ്രേക്ഷകനാണ്. അദ്ദേഹം വീഡിയോ മുഴുവനായിട്ട് കാണാറുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒന്നെനിക്കറിയാം, ഞങ്ങളൊരു വീഡിയോ ഇട്ടാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അദ്ദേഹം അത് ഉറപ്പിക്കാറുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തിന് അതിനായിട്ട് പേഴ്സണൽ അദ്ദേഹത്തിൻ്റേതായ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഞങ്ങൾക്ക് തരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അദ്ദേഹത്തിനും കമൻറ്റ് എഴുതിയ ആളുകൾക്കും ലൈക്ക് അടിക്കുന്ന ആളുകൾക്കും ഞങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞ സ്നേഹവും അറിയിക്കുകയാണ് അല്ലേ. ഈ സലാം TK മാത്രം എന്തുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു എന്നല്ലേ, അദ്ദേഹത്തെ പ്രത്യേകം പറയണം. അദ്ദേഹം മനസ്സിൽ കയറിയ ഒരാളാണ്. എന്നാൽ പിന്നെ അതങ്ങനെ. പിന്നെ നമ്മുടെ കണക്ക് പറയണേ, ഞങ്ങളുടെ ചിലവ് പറയണമെങ്കിൽ ചിലവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാ ചിലവും പാടെ പറയാൻ വേണ്ടി കഴിയില്ല. അപ്പം നമ്മൾ ഫുഡിൻ്റെ കണക്കില്ല നമ്മുടെ അടുത്ത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വെള്ളം വാങ്ങിയ ഫുഡിൽ പെടും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വാങ്ങുന്ന ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്തരം കേസുകൾക്കൊന്നും കണക്കില്ല. ടിക്കറ്റുകളുണ്ട്, അതിന് കണക്കില്ല. അതിനൊക്കെ എഴുതി തീർക്കാൻ അതിനായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ എഴുതാൻ നിന്നാൽ നമ്മൾക്ക് എഴുതാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഇത് വണ്ടി ടൂറല്ലല്ലോ. ഇതന്നെ ഇപ്പോൾ ഓന് എഴുതി ഉണ്ടാക്കിയതാണ്. ഈ ഒരു പെട്രോളിൻ്റെ കണക്കുകളൊക്കെ ഇത് ഓന് എഴുതിയതാണ്. അപ്പോൾ ഇതന്നെ ചിലപ്പോൾ ഇതിൽ തന്നെ ഈ കണക്കിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. ഇല്ലയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതേ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. ടോട്ടലി നമ്മൾ 113 ദിവസമായിരുന്നു. അതായത് നമ്മൾ ഇവിടേക്ക് എത്തിയ ദിവസം 113ാമത്തെ ദിവസമാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് 113 ദിവസം തന്നെ കൂട്ടാം നമ്മളുടെ യാത്ര. 113 ദിവസം ശരിക്കും 112 ദിവസം പാടുള്ളൂ, നമ്മൾ കാട്ടുകുടുങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ 113 ദിവസം നമ്മൾ ഈ വണ്ടിയായിട്ട് നമ്മൾ ഓടിയത്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി അതിൽ നോർത്ത് ഈസ്റ്റ് കൂടെ ഒക്കെ കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്ന ദൂരം എന്ന് പറയുന്നത് 16,248 കിലോമീറ്ററാണ്. വാവ്, 16,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ സംഭവമാണോ? ഇതിലെന്താ വെച്ചാൽ നമുക്ക് ആസാമിൽ ജോർഘട്ടിക്ക് നമ്മളൊരു 3 വട്ടം ഒരു 700 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. അതൊരു വലിയ കിലോമീറ്റർ കൂടുതൽ തന്നെയാണ്. പക്ഷെങ്കിൽ നമുക്ക് 100 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കജ്ജിലിട്ട് തിരുമ്പണ മാതിരി അല്ലേ. മിനിമം ഒരു 1000 കട കാണണം, അപ്പോഴാണ് റിങ്ക് 1000 പോകുന്നത്. 300 താഴത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ എത്താം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്രോളിൻ്റെ കണക്ക് ചെയ്ത് വെച്ചു. പെട്രോള് നമ്മൾക്ക് വന്നത് ഒരു ഇൻറ്റ് ഗ്ലാസ് നോക്കട്ടെ, കാക്ക അറിയുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവും കേട്ടോ, സൗണ്ടുകളൊക്കെ ഉണ്ടാവും. പെട്രോളിൻ്റെ കണക്ക് 1,07,330 രൂപ. അതിൽ ചിലപ്പോൾ വിട്ടുപോയത് ഉണ്ടാവാം. 1,00,000 പെട്രോൾ അടിച്ച് ഞങ്ങൾ
അത് രാജ്യത്തിൻ്റെ നാലാന ഭാഗത്തുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന്, അതെ, നോർത്ത് ഈസ്റ്റിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഞങ്ങൾ അടിച്ചതാണ് 1,07,330 രൂപയ്ക്ക്. മോനെ 1 ലക്ഷം കയ്യിൽ കിട്ടിയിക്കണോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷെ ചെലവായി നമുക്ക് 1 ലക്ഷത്തിന് മേലെ. കയ്യിൽ കിട്ടുന്ന ചാടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ടോളിൻ്റെ വിഷയത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ടോൾ എത്ര പറയാം. ടോൾ നമുക്ക് വന്നത് 10,120. അതായത് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി, നമ്മുടെ യാത്ര ബാംഗ്ലൂരിലത്തെ ആ ഒരൊറ്റ ടോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പോയി. അതിന് ശേഷം നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന മൊത്തത്തിലുള്ള ടോളാണ്. നമ്മൾ റീചാർജ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ലാസ്റ്റിക്ക് റീചാർജ് ഇല്ല, കഴിഞ്ഞു. നമ്മൾ പൈസ കൊടുത്തേക്കാം, റീചാർജ് ചെയ്യേണ്ടതെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10,120 റുപ്യയാണ് നമ്മൾക്ക്. അതായത് 10,120 രൂപയാണ് മൊത്തത്തിൽ ടോൾ വന്നത്. അതൊരു വലിയൊരു എമൗണ്ട് ഒന്നല്ല. ഇത്ര ടോൾ എമൗണ്ട് പോലെ തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഇത്രയും ടോൾ സഞ്ചരിച്ച്, ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമുക്ക് വലിയ കലിപ്പൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം ടോളിൻ്റെ വിഷയത്തിൽ. പിന്നെ ടോള് നമുക്കറിയാമല്ലോ, നമ്മൾ നമ്മൾ കൊടുത്താലേ നമ്മളുടെ രാജ്യത്ത് ഇത്രയും വലിയ റോഡ്, അത്ര നല്ല നല്ല റോഡുകൾ പോകാൻ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ ഇവിടെ നിന്ന് തിരിയുന്ന ആളുകൾ ഒക്കെ പറയും ടോളിനെതിരായിരിക്കും. പക്ഷേ എങ്കിൽ ഇത്തരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകൾ നമ്മൾക്ക് വേണം. അതെ, നമ്മൾ ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ടോള് കൊടുത്താൽ അതിന് നടക്കുള്ളൂ. നമ്മളെ രാജ്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യമാണല്ലോ. അപ്പം നമ്മൾക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളെക്കാട്ടിൽ പൈസയുള്ള രാജ്യങ്ങളുണ്ട്, അവർ പോലും ടോളുണ്ട്. ടോളില്ലാത്ത രാജ്യങ്ങളുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവാം. എന്തായാലും അത് അങ്ങനെ ടോളിൻ്റെ വിഷയത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞതാണ്. ടോള് വേണം എന്നുള്ളതല്ല, ടോളുണ്ടെങ്കിൽ ആ റോഡ് പക്കയായിരിക്കും. നമ്മൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലമാണെങ്കിൽ അത് നമ്മൾക്ക് ടോളുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടി പറ്റും. ഇടതടവില്ലാതെ പോവാം. ഇപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് 2,600 കിലോമീറ്റർ ഞങ്ങൾ ബീഹാറിൽ നിന്ന് കിഷൻഗഞ്ച് തിരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരാഴ്ച കൊണ്ട് എത്തിയില്ലേ? ഒരാഴ്ച കൊണ്ട് മാഷന്മാരെ ഒഴിച്ചിട്ട് എവിടെ എത്തി? എല്ലാവരും അന്തം വിടുക. കാരണം എന്താ വെച്ചാൽ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയോ? എത്ര കിലോമീറ്റർ അപ്പോൾ പോകണ ഒരു ദിവസം? ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ നോക്കണമൊന്നുമില്ല, നമ്മളങ്ങനെ വെച്ച് പിടിക്കുക തന്നെയാണ്. അതാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്താ പറയുക, വെറും ഒരു ഹൈവേ ആയിട്ട് മാറിയത്. നമ്മളിവിടെ ഇറങ്ങിയില്ലല്ലോ, നമ്മളങ്ങനെ പോന്നേക്കാണ്. അങ്ങനെ പോന്നേക്കാണ്. അപ്പോൾ ടോളിൻ്റെ വിഷയത്തിൽ അത്രയാണ് പറയാനുള്ളത്. ഇതെന്താടാ 20,000? ഞാൻ എന്നോട് എന്തോ ഒരു കാര്യത്തിൽ എഴുതാൻ പറഞ്ഞാണ്. അതെന്താ ഈ കാര്യം? 20,000 അതെന്താണെന്ന് ചോദിച്ചാൽ വണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ്. വണ്ടി നമുക്ക് പലതരത്തിലുള്ള പണികൾ തന്നില്ലേ? പിന്നെ അത് ഒരു 20,000 ഇതിൽ കറക്കി കുത്തിയതാട്ടോ. എനിക്ക് തോന്നുന്നില്ല 20,000 നിൽക്കുന്നു. കാരണം നാഗാലാൻഡിൽ ഏകദേശം 3,500 തവാങ്ങിൽ നിന്ന് ഇറങ്ങി ആസാമിലെത്തിയിട്ട് ആസാമിൽ നിന്ന് നമ്മൾ പണിയെടുത്തപ്പോൾ ഏകദേശം 7,500 രൂപയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിബത്തുവിലേക്ക് പോയി. കിബത്തുവിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ പണിയെടുത്തപ്പോൾ അവിടെ നിന്ന് അയക്കുന്ന വെൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് 7,000-8,000 രൂപയൊക്കെ. അപ്പോൾ ഇതൊരു ഇത്ര ആയിരിക്കാം എന്നൊരു കണക്കിൽ എഴുതിയതാണത്. അതെ അതെ. അങ്ങനെ മൊത്തത്തിൽ വണ്ടിൻ്റെ ഒരു ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കണക്കാക്കിയത് എന്താ പറയുക, 1,37,450 രൂപ. ഇതിൽ കൂടാനേ സാധ്യതയുള്ളൂ, ഇതിൽ കുറയാൻ ഒരു സാധ്യതയല്ല. കൂടാനേ സാധ്യതയുള്ളൂ. ഇത്രയും പൈസ, ഇതൊക്കെ പൈസയാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് നമുക്ക് വണ്ടി സംബന്ധമായിട്ട്. ഇപ്പോൾ ഒരാളിപ്പോൾ നിങ്ങളിപ്പോൾ നോർത്ത് ഈസ്റ്റ് യാത്ര അല്ലെങ്കിൽ ഒരു കശ്മീർ ഭാഗങ്ങളിലേക്കൊക്കെ ഒരു യാത്ര നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടോൾ ഏകദേശം ഒരു 10 രൂപ അപ്പ് ആൻഡ് ഡൗൺ കരുതാം. ശരിയാണ് അല്ലേ? നമുക്കിപ്പോൾ ഇതുമെന്ന് മനസ്സിലായത്. ശരിയാണ്. നമ്മൾ മറ്റേ വിദേശ രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ എത്ര വേണ്ടി വരും? 2 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മര്യാദയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊരു കേട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് ഇന്ത്യയിൽ കൂടെ നടക്കുമ്പോൾ എത്ര വേണ്ടേ പൈസ ലോൺ ഇങ്ങോട്ട് കരുതുക. എന്തിനാ? ടോളിനായിട്ട്, ടോളിനും എണ്ണക്കും
ഫുഡിനും ഫുഡ്. പിന്നെ എന്താ നോർത്ത് ഈസ്റ്റിലേക്ക് തന്നെയാട്ടോ വരിക. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗത്ത് കൂടെ തിരിയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടോൾ കൂടുതൽ വരില്ല. എന്നാണെങ്കിൽ ഹൈവേയിൽ വരുന്ന ടോളുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുത്തത്. അതിൽ തന്നെ ചെറിയ ചെറിയ ടോളുകളുണ്ട്, അതിൻ്റെ കണക്ക് നമ്മൾ എഴുതിയിട്ടില്ല. അതായത് 30, 40, 50 പറഞ്ഞിട്ടുള്ള, അതായത് നമ്മളത് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്ത ചില പാലങ്ങളൊക്കെ കയറുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന എൻട്രി. പിന്നീട് നമുക്കിനി പറയാനുള്ള കണക്കെന്ന് പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ കണക്കാണ്. ടിക്കറ്റ് പല വിധത്തിലും 3500 വരെ വന്ന സംഭവങ്ങളുണ്ട്. 3000 റുപ്യ വരെ വന്ന സംഭവം. അതായത് നമ്മൾ കാസിരംഗ നാഷണൽ പാർക്ക് അതിലൊന്ന് പെടുത്താം. അത് ഏകദേശം 2200 റുപ്യോളം നമുക്ക് ജീപ്പിനും സഫാരിക്കും ടിക്കറ്റിന് പാടെ വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ക്യാമറയും കൂടി അലൗഡ് ചെയ്യണമെങ്കിൽ 1000 റുപ്യ 1500 റുപ്യ വരെ നമ്മൾ കൊടുത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല, അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല, കണക്ക് എഴുതി വെച്ചില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെതും നമ്മുടെ കയ്യിൽ കണക്കില്ല. അത് എഴുതാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചിക്കൻ ആയാലും മട്ടൻ ആയാലും ബീഫായാലും പോർക്കായാലും ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ തിന്നുന്ന സാധനങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും വില കൂടുതലാണ്. ആസാമിൽ മാത്രമാണ് നമ്മൾക്ക് അതിലൊരു പാകപ്പെട്ട് കിടക്കുക. അല്ലാത്തടത്തൊക്കെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിൽ മേഘാലയ ഒരുപാട് കൂടുതലാണ്. അരുണാചലും മേഘാലയയും ഒരുപാട് കൂടുതലാണ്. അപ്പോഴെപ്പോഴും പുറത്തുനിന്നല്ലോ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ. പിന്നെ നമ്മളിപ്പോ ഒരു യാത്ര നമ്മൾ ഇവിടുന്ന് ആയാലും അങ്ങനെ തന്നെ അല്ലേ, കഴിക്കും. എന്നും വീട്ടുന്നാവല്ലോ. 100 കിലോമീറ്റർ വരെ നമ്മൾ ഹോട്ടലിൽ കൂടി ഓർമ്മയില്ല ഞങ്ങൾക്ക്, അബു താഹിർ ഖാൻ്റെ ഹോട്ടലിലേക്ക്. അപ്പം അതാണ് പറയണത്, 2 പ്രാവശ്യം പോയത്. അപ്പം അങ്ങനെയൊക്കെയാണ് കണക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മനോഹരമായ അതിസുന്ദരമായ മനസ്സിക്ക് നല്ല സന്തോഷം നൽകിയ ഒരു യാത്രയായിരുന്നു. ഇനിയിപ്പോൾ ചിലവിനെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്? ഭാവി പരിപാടി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്ലാനൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഒറ്റയടിക്ക് വന്നു അടുത്ത മാസം തന്നെ യാത്ര പോവാം എന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എനിക്കുള്ളത് എൻ്റെ കയ്യിൽ ഒരു ഓട്ടോറിക്ഷയാണുള്ളത്. അതിനെ പിന്നെ എല്ലാ റെൻറ്റിന് കൊടുത്തേക്കുവാണ്. അതിന് വാങ്ങണം. അവന് ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ ഈ യാത്രയിലാവുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രത്യേകിച്ച് വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് വരുമാനമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചിലവ് കൂട്ടിയില്ലേ, ഇതിൻ്റെ പകുതി നമുക്ക് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം അല്ലേ. അതായത് ഈ ചിലവ് കൂട്ടിയത് പറഞ്ഞാൽ 1 ലക്ഷം അല്ല കേട്ടോ, മൊത്തത്തിൽ നമുക്ക് 2-2.5 ലക്ഷം റുപ്യൻ്റെ അടുത്തൊക്കെ ചിലവുണ്ടാകും. വണ്ടി എടുത്ത് അടക്കം കൂട്ടണമെങ്കിൽ 3 ലക്ഷം 3.5 ലക്ഷം റുപ്യോളം ചിലവ് വരും. വണ്ടി എടുത്തു, വണ്ടീൻ്റെ പണികളെടുത്തു, ബെഡ് ഇട്ടു, അതുപോലെ തന്നെ ഇതിക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി, നമ്മൾക്ക് യാത്രയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി, ഡ്രസ്സ് വാങ്ങി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്കൊരു 3 ലക്ഷം റുപ്യേൻ്റെ അടുത്തേക്കൊക്കെ 3-3.25 ചിലവുണ്ടാവും. അപ്പോൾ ഇത്രയും പൈസ ചിലവുള്ളതിൽ നമ്മൾക്ക് അതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. അതും കൂടി നമുക്ക് ഞങ്ങളുടെ വരുമാനത്തിൽ അങ്ങനെയാണ്, ഞങ്ങൾക്ക് അത്രയൊക്കെ വരുമാനമുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വ്യൂസിൻ്റെ ഗണ്യമായ കുറവ്. നമ്മൾ ഓട്ടോറിക്ഷയിൽ പോയതുപോലെയല്ല വാനിൽ പോകുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഓട്ടോയിൽ പോയെന്ന് ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അന്നത്തെ എപ്പിസോഡുകൾ നോക്കിയാൽ മനസ്സിലാവാം. തൊട്ടടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കയറിയിട്ടുണ്ടാവില്ല. കയറി കഴിഞ്ഞാൽ ടിക്കറ്റിനുണ്ട്, ക്യാമറക്കും ഉണ്ട് പൈസ. അത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസ അന്നില്ലായിരുന്നു. ക്യാമറക്ക് തന്നെ 1000, 1500, ഒരു സ്ഥലത്തിന് 500, 2000 അതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്താട്ടും, അത് പിന്നൊരിക്കലും എടുക്കാടാ. അതങ്ങനെ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ശരിക്കും മര്യാദക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. ജാതി ആൾക്കാരല്ലേ, അതാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഗ്രാമീണ കാഴ്ചകൾ, പോണ വഴിക്കുള്ള കാഴ്ചകൾ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങളെ യാത്ര ആസ്വദിച്ച് അങ്ങനെ പോകും അല്ലേ. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ പോയിരുന്നത്. അതുകൊണ്ടാണ് അന്നൊക്കെ കൂടുതലായിട്ടും ഗ്രാമങ്ങൾ കണ്ടത്, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും പോകാഞ്ഞത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് അതിന് ചെറിയ രീതിയിലൊക്കെ ഒരു എന്താ പറയുക സാഹചര്യം ഒത്തുവന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു യാത്രയിലേക്ക് മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത യാത്രയിലേക്ക് വരുവാണെങ്കിൽ, അടുത്ത യാത്രയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ വണ്ടി നമുക്ക് പറ്റില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം, എങ്ങോട്ടാണോ യാത്ര പോകുന്നത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റൂട്ട് പ്ലാന് നമ്മൾ കഴിഞ്ഞ യാത്ര
ചെയ്തിട്ടില്ല. അതല്ല അത് ഇനി വേണം അത് ചെയ്യണം. അതുപോലെ തന്നെ തണുപ്പ് കാലാവസ്ഥ എങ്ങനെയാണോ ഓരോ നാടുകളിലെ കാലാവസ്ഥ, തണുപ്പാണെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള നല്ല ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീൻസ് പാൻറ്റും ഇപ്പോൾ നല്ല ഷൂവും ഒക്കെ വേണം. തവാങ്ങിൽ പോയപ്പോൾ നിങ്ങൾ എന്തേ മഞ്ഞിലിറങ്ങി കളിക്കാത്തതെന്ന് ചോദിച്ച ആളുകളുണ്ട്. ഞങ്ങൾ മഞ്ഞിലിറങ്ങിയതാ. ഞങ്ങളുടെ കാലിൽ കിടക്കണ ഷൂ ഉണ്ടല്ലോ, മഞ്ഞിലവിടെ ചവിട്ടുമ്പോഴേക്ക് ഞങ്ങളുടെ കാലങ്ങോട്ട് കോറണം, പിന്നെ ഒട്ടണ മണ്ണൊട്ടിയൊക്കെ ഒട്ടിയിട്ട് തണുപ്പ് കാലുമൊക്കെ കയറിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല, സാധിക്കല്ല. കൈയിട്ട് കുറെ നേരം എന്താ അവസ്ഥ, അതന്നെ ഇങ്ങനെ ആ തണുപ്പ് പോണില്ലല്ലോ കാലുമ. ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ട്, ഇരിക്കണവന് ബുദ്ധിമുട്ട്. ഇവിടെ ഈ ഉള്ളത്തെ മാറ്റിൽ ഈ ഒരു തണുപ്പ് വന്ന് പതിയ ആകെ ബുദ്ധിമുട്ട്. ഇരുമ്പല്ലേ, ഇരുമ്പിൽ വണ്ടിയല്ലേ, ഇതിമൊക്കെ തണുപ്പ് പിടിക്കാനും കഴിയും. അതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത യാത്രക്ക് വണ്ടി നമുക്ക് കിട്ടുവാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്തൊരു മോഡലുള്ള വണ്ടി കിട്ടുവാണെങ്കിൽ വണ്ടി തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം. ഇത് വെറും ഒരു ഇരുമ്പാണ്, ഈ ഇരുമ്പുമ്പോൾ തുടർന്ന രീതിയാണല്ലോ. അപ്പോൾ അതിൽ നിന്നും ഇരുമ്പ് തന്നെ നമ്മളുടെ സൈഡിലൊക്കെ ഉള്ള കൂളിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കർട്ടൺ ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തണുപ്പിനെ മാക്സിമം പ്രതിരോധിക്കുന്ന രീതിയിലുള്ള തുണിയൊന്നും വേണ്ട. പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്ന തുണി തന്നെയാണ് ഞങ്ങൾ മറച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. നമുക്കതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചിലവായ പൈസ ആവില്ല. ഈ ചിലവായ തന്നെ നമുക്ക് എന്താ പറയുക, വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇനി കളിക്കുന്ന കളി ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ നമ്മുടെ അടിത്തറ ഇളകി പോകും. നമുക്കാണെങ്കിൽ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ്. നമുക്കങ്ങനെ നില മറന്ന് കളിക്കാൻ വേണ്ടി പറ്റൂല. പറ്റുമോ? ാണല്ലേ എന്ത് പറ്റിയോ അറിയില്ല. എന്നാലും ഇപ്പൊ അങ്ങനെ അല്ലേ പിടിച്ചിരിക്കണത് നമ്മള് പോരി കുറച്ച് ഇത്ര ദിവസമായപ്പോ തന്നെ ഞങ്ങളൊരു മാസം ഇവിടെ നിന്ന് പോയിട്ടൊരു മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു പറയൽ തുടങ്ങി, കാണാൻ ആഗ്രഹമുണ്ട്, തിരിച്ചു പോരും. ഈ യാത്ര അവസാനിക്കുന്ന നിമിഷം വരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കടിച്ചു പിടിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോളിനോട് സംസാരിക്കുന്നത് പോലുമില്ല. അതായത് മൊബൈൽ അവൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ അവൾ സംസാരിക്കില്ല. കാരണം അവൾക്ക് കാണാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. അത് അത്രയും കേസുകളൊക്കെ മനസ്സിലൊതുക്കിയിട്ടാണ് ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഞങ്ങൾ പോകുന്ന യാത്രകൾ സന്തോഷിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടതിലൊക്കെ അതൊക്കെ പുത്തൻ അനുഭവമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു. അതിൽ തന്നെ മലയാളികളായിട്ടുള്ള ഒരുപാട് സാറന്മാരെ പരിചയപ്പെട്ടു. അവരെ ആരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് തന്ന സാറന്മാരാണ്. ഒന്ന് ജോണി സാറ്, അനിൽ സാറ്, പി വി സാറ്, ദിലീപ് സാറ്, അതുപോലെ തന്നെ സുധീഷ് സാറ്, പിന്നെ ആരാ, ഇവരൊക്കെ തന്നെ അല്ലേ. കാര്യമായ രീതിയിൽ നല്ല രീതിയിൽ ഒരു അനിയന്മാരെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അതായത് ഏട്ടന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനിയന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ എന്നുള്ള രീതിയിൽ അവരാരും നമ്മളുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകരെ എത്രത്തോളം പ്രേക്ഷകരുണ്ട്, നമ്മുടെ വരുമാനം എത്ര ഉണ്ട് എന്ന് കണ്ടിട്ടല്ല, നാട്ടിൽ നിന്ന് അത്രയും ദൂരം ചെന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ സ്കൂളുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയിക്കാനും കൂടി നമ്മൾ മറ്റേ സീറോയിൽ സെൻറ്റ് ക്ലാരിസ് കോളേജിലേക്ക് പോയില്ലേ, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയില്ലേ, അച്ഛൻ നമ്മൾ കേൾക്കുന്നില്ലേ. അച്ഛന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹനമായിട്ട് കുറച്ച് പൈസ അയച്ചു തന്നിട്ട് അച്ഛൻ പറഞ്ഞു, യാത്ര ഒരിക്കലും നിർത്തരുത്, ജീവിതത്തിൽ യാത്ര പോയിക്കൊണ്ടേ നിൽക്കുക, നിങ്ങൾക്ക് വിജയം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ്. അത് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യത്തേക്ക് എത്താൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറും. ഇത് അതിലേക്ക് എൻ്റെ വക നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ആത്മധൈര്യത്തിൽ സന്തോഷത്തിലൂടെ പോകുന്ന ഈ ഒരു യാത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം അത് അയച്ചത്. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും അച്ഛനെ ഇനിയും വന്ന് കാണുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടി പരിചയപ്പെട്ടു, അവരുടെ കൂടെ താമസിച്ചു, എല്ലാത്തിനും സാധിച്ചു. എല്ലാത്തിനും കാരണക്കാരനൊരാളുണ്ടല്ലോ, അത് അച്ചായനാണ്. അച്ചായൻ മാത്രമാണ് അല്ലേ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ
പെട്ട് കിടക്കുവാണെങ്കിൽ അച്ചായനോടത് പറഞ്ഞ അച്ചായൻ തരുന്നൊരു മറുപടി ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നേ അല്ല, നമ്മൾക്കത് വലിയൊരു പ്രശ്നേക്കാരം. അച്ചായൻ അത് കേട്ട് കഴിഞ്ഞാൽ അച്ചായൻ അതൊരു പ്രശ്നേ അല്ല. എന്നിട്ടുണ്ട് നമുക്കൊരു ക്ലാസ് എടുത്ത് തരാം. ക്ലാസ് ആയിട്ടൊന്നല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതട്ട് കിട്ടിയാണ്ടല്ലോ നമ്മള് ക്ലിയറോ, പോസിറ്റീവ് എനർജിയാണ്. മുഖം വാടി കണ്ണിന്നൊക്കെ വെള്ളം വരാൻ അത്രയും ആയിട്ടുണ്ടാവും നമ്മൾ. പക്ഷെങ്കിൽ അദ്ദേഹം ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിച്ച് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് പോസിറ്റീവ് എനർജിയാ. പിന്നെ ആനയാണെങ്കിലും വേണ്ട, കടുവയിലും പാടില്ല, നെഞ്ചും വിരിച്ചിരിക്കും. അതാണ് ആ പവർ. അങ്ങനെ അച്ചായൻ തന്നെയാണ് എല്ലാം. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ്. പിന്നെ അടുത്ത യാത്രയെ കുറിച്ച്, അടുത്ത യാത്ര എന്നാണ് എന്നുള്ള പോലും ഞങ്ങൾക്കറിയില്ല. ഉണ്ടാവും എന്ന് ഒരു പെരുന്നാൾ കാരണം ഇപ്പൊ എന്താ വെച്ചാൽ ഗൾഫിൽ നിന്ന് വന്ന മാതിരി ഞങ്ങളെ അവസ്ഥ. പുറത്തിറങ്ങി നടക്കുമ്പോഴേ എന്നാ വന്നേ, ഇന്നലെ അങ്ങാടിക്കൊക്കെ ചെന്നിട്ട് ഇനി അടുത്ത് എന്നാണ്, എന്നാ വന്നേ, ഞാൻ അടുത്തെന്നാ അത് നമ്മളെന്താ ഗൾഫിൽ നിന്നല്ല, അല്ലെങ്കിൽ നമ്മള് വിദേശത്ത് ചോദിക്കണടാ. പിന്നടാ എത്ര ആളുകളാ നമ്മളെ കാണുമ്പോ തന്നെ ക്ഷയിക്കുന്നത്. നമ്മുടെ ഞങ്ങളെ വണ്ടൂർ ടൗണിൽ കൂടെ ഞങ്ങൾ നടന്നിട്ട് എത്ര ആളുകളറിയാം ഞങ്ങളെ. ഒരുപാട് സന്തോഷമുണ്ട് വണ്ടൂർക്കാർക്ക് അല്ലേ. ഏതായാലും പറഞ്ഞതുപോലെ അടുത്ത യാത്രയെ കുറിച്ച് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേങ്കിൽ വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ യാത്രകൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തോട്ടിലും പാടത്തെയും അതിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ വരാം. കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിരിക്കും. 30 മിനിറ്റ് ലെങ്ത് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പോൾ ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ വീഡിയോ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഇല്ലാതെ ഞങ്ങൾക്ക് അടുത്ത യാത്ര പോകാൻ പറ്റുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഒരുപാട് സംഭവങ്ങൾ പെൻഡിങ്ങാണ്. നമ്മൾ യാത്രയാകുമ്പോൾ നമ്മളുടെ വീടുമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾക്ക് ഒരുപാട് EMI കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ സാധനം ആഗ്രഹിച്ച് വാങ്ങുന്ന സാധനം അതിന് അടവുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ക്യാമറ GoPro Hero 9 ആണ്. ഈ ക്യാമറ ഞാൻ വാങ്ങുന്ന അടവിനാണ്. അതിൻ്റെ അടവൊക്കെ നമ്മൾ തീർത്ത് അല്ലേ. അത് ഭാഗ്യവശാൽ അതെങ്ങനെ തീർന്നു കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാമറ പറ്റില്ല, ഈ ക്യാമറ കംപ്ലൈൻ്റ് ആണ്. ഇത് ഓണാക്കിയാൽ കൃത്യമായ രീതിയിൽ ഓണായി തരില്ല. അപ്പോൾ എന്താ പറയുക, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ലൊരു ക്യാമറ എന്തെങ്കിലുമൊക്കെ കിട്ടണം. എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു ലാപ്ടോപ്പ്. അത് പിന്നെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് നമ്മൾ ആവശ്യമുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഫുള്ളായിട്ട് പറയുന്നില്ല. കാരണം ഞങ്ങൾ എന്താ പറയുക, ഒരാളേക്ക് ഇന്നത് കിട്ടണം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോകളല്ല ഇതൊന്നും. ഞങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ താഴത്ത് വന്ന് കമൻറ്റ് ഉണ്ടോ അതൊക്കെ പറഞ്ഞോളാം, കിട്ടുള്ളൂ. അതും കൂടി ആരെയൊക്കെ സ്പോൺസർ ചെയ്തോളും. ഞങ്ങളുടെ ആദ്യ യാത്രകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് നമ്മൾ സ്പോൺസർഷിപ്പിലാണ് യാത്ര ചെയ്തിരുന്നതെന്നൊക്കെ. ശരിയല്ല, ശരി. ഇന്ന് ഞങ്ങൾ എന്തൊക്കെയായാലും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയാലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് അല്ലേ. പിന്നെ ഉള്ളൊരു സംഭവമാണ് ഞങ്ങളുടെ 2 പേരുടെയും ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് പലതരം പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒന്നിലേറെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ കൃത്യമായ രീതിയിൽ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചീത്ത പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് പറയണ കാര്യങ്ങൾ സംഭവങ്ങളും അതൊക്കെ അവിടെ തീരുവാണ്. അത് ആ നിമിഷം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഈ യാത്രയിൽ തന്നെ ഒരുപാട് വട്ടം ഞങ്ങൾ മനുഷ്യരാണ് അല്ലേ. ഞങ്ങൾക്ക് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ പാടുണ്ട്. എനിക്കെന്തെങ്കിലും ദേഷ്യം തീർക്കാൻ അവൻ തന്നെ ഉള്ളൂ എൻ്റെ ഇപ്പുറത്ത്. അവനെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തീർക്കാൻ ഞാൻ തന്നെ ഉള്ളൂ അവൻ്റെ ഇപ്പുറത്ത്. അത് വേറെ ആരത്തും തീർക്കാനല്ലോ. പുറത്ത് തീർത്ത് കഴിഞ്ഞാൽ പോവില്ലേ, തല പോവില്ലേ. അപ്പൊ നമ്മുടെ ഒരാൾക്കാവില്ല. സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് സങ്കടപ്പെട്ട് ഉത്തരക്കാറുണ്ട്. കടപ്പുറത്ത് പോയി കരയാറുണ്ട്. ഞങ്ങൾ ഈ യാത്രയിലും കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ട് മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സന്തോഷിച്ചിട്ടുണ്ട്, മനം നിറയെ സന്തോഷിച്ചിട്ടുണ്ട്. സന്തോഷിച്ചതാട്ടോ കൂടുതൽ. പിന്നെ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വീഡിയോയിൽ എഡിറ്റിംഗ് ഫോൾട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവനോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് എല്ലാ ദിവസവും ഉണ്ടെന്നല്ല, എന്നാൽ പിന്നെ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങ് സംഭവിക്കാറുണ്ട്. അവന് പ്രത്യേകിച്ച് എന്നോട് ദേഷ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ ദേഷ്യപ്പെട്ടാലും
അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞാലും നമ്മളെ വിട്ട് പോവില്ല എന്നുള്ള ഉറപ്പുള്ള ആളുകളോട് മാത്രമേ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ. അല്ലേ? അല്ലാതെ നമ്മളെ ദേഷ്യപ്പെട്ട് നമ്മളെ വിട്ട് പോവോ, ഓന് നമ്മളോട് എന്താ പറയുക അകൽച്ച വരുമോ, നമ്മളോട് ഇനി മിണ്ടൂലേ, അങ്ങനത്തെ ആളോട് നമ്മൾ പരമാവധി എന്താകും ദേഷ്യപ്പെടുന്നില്ല. അവരെ സന്തോഷിപ്പിച്ച അങ്ങനെ ഞാൻ അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, അവൻ എന്നെ സന്തോഷിപ്പിക്കാനായിട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊരു പ്രശ്നമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കും, ഒന്നുമില്ല. അപ്പം അത്തരം സംഭവങ്ങളിലേക്കൊന്നും ആരും കാട് കയറേണ്ടതില്ല അല്ലേ? എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് യാത്രയെക്കുറിച്ച് സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ചെറിയൊരു വീഡിയോ ആയിരുന്നത്. ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുക്കുവിനെ പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ഓനെ കൊണ്ടാക്കുവാണ്. ഓനെ കൊണ്ടാക്കണം, ഓനെന്തോ കല്യാണം എന്തോ ഉണ്ട്. അപ്പോൾ അത് കല്യാണമൊക്കെ കൂടട്ടെ. ഞാൻ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടാനൊക്കെ ഇറങ്ങുന്നുള്ളൂ. ശരീരം പറ്റി ക്ഷീണിച്ചു പോയി, കണ്ണും മുറന്നിപ്പോഴും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കേസുകളൊക്കെ ഇവിടെ നല്ല ചൂടാണ്. അപ്പം അങ്ങനെയായി. കുറച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.